21 ഫെബ്രുവരി നല്ല കട്ട പിടിച്ച മഞ്ഞത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉത്രാളിക്കാവിലേക്കാണ് കേട്ടോ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. പക്ഷേ ഇത്ര കാലമായിട്ടും ഉത്രാളിക്കാവിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. സോ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഓരോത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത യാത്രയിലാണെങ്കിൽ ഇങ്ങനെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രെയിനൊക്കെ പോകുന്നതാണ് ഒരു പ്രത്യേക വൈബല്ലേ. രാവിലെ ഇപ്പം ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെയുള്ള സമയമായ കാരണം കൊണ്ട് എല്ലാം കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഈ മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച് പോകുന്നുണ്ടെങ്കിലും ഉള്ളിലിങ്ങനെ ആ അമ്പലത്തേക്ക് ഇറങ്ങണ ഒരു ഇറക്കൊക്കെ ഞാൻ പണ്ട് കണ്ടൊരു ഓർമ്മ ഉണ്ട്. കുത്തനെയുള്ള ഇറക്കാണേ. ഈ ഇറക്കവും കയറ്റൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരാളലാണേ. എന്തായാലും ഇതാ ഈ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സിലിങ്ങനെ ഭഗവാനെ തിരിച്ചു കയറുമ്പോൾ വേറെ വണ്ടികളൊന്നും ഉണ്ടാവരുതേ, തിരക്കൊന്നും ഉണ്ടാവരുതേ, സുഖമായിട്ട് കയറി പോകാൻ പറ്റണേന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ ഈ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ചുറ്റും നിറയെ വയലായിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു റെയിൽവേ പാലായി കൂടെ ഇങ്ങനെ ട്രെയിന് പോകുന്നതും ഒക്കെ അല്ലേ കാണാറൊരു വൈബ്. അടിപൊളി വൈബാണല്ലോ. അതേപോലെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഉത്സവമായിട്ടുണ്ട് ഫെബ്രുവരി 25. അപ്പം അതിൻ്റെതായിട്ടുള്ള അങ്ങനെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അത് രാത്രിക്കായിരിക്കും കുറച്ചും കൂടെ കാണാൻ ഭംഗി. നമ്മൾ അവിടെ നിന്ന് കയറി പോരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടോ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് അച്ഛൻ വണ്ടി ഓടിക്കാൻ തരില്ല. അപ്പോൾ വീണ്ടും ആ പഴയ പേടികളൊക്കെ കയറി കൂടിയത് എന്തായാലും. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥനിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് തൊഴുത് വന്നു. എന്നിട്ട് നമ്മൾ കുഞ്ഞി ഗണപതിക്ക് മുരുകനും കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചു കൊടുത്തു. ഇനി വണ്ടി തണലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളീ പോകുന്നത് മസാല ദോശ കഴിക്കാനാണ്. ഒരു റീൽസിൽ കണ്ടതായിരുന്നു രാധാകൃഷ്ണ കോഫി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൻ്റെ അവിടുത്തെ മസാല ദോശ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏതായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും അവിടെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വണ്ടി ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് ഓട്ടോ പിടിച്ച് പോകുന്നു. തെക്കേനരുടെ ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ടോക്കൺ എടുക്കണം കേട്ടോ. വട അത്ര പോരായിരുന്നു. മസാല ദോശ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ആണെന്ന് തോന്നി. കഴിച്ചു കഴിയുമ്പോഴേക്ക് തന്നെ വയറ് പൊട്ടാരാവും പോലെ. ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഓട്ടോയിൽ തന്നെ വന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി. അവിടുത്തെ ഉങ്ങൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ കാണാൻ. ഉങ്ങന്നല്ലേ അത്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ പുതിയ റെസിപ്പീസ് ഷെയർ ചെയ്യേ വേറെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ വെച്ചാൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കുകളിലായിരുന്നു. ഇന്ന് നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. ഇനി വേറെ വീഡിയോസായിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.